ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. സോ നമ്മൾ ഇന്ന് നോക്കുന്നത് ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്ന് പറയുന്ന S3 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ പേപ്പറാണ്. ആൻഡ് ദ സബ്ജക്ട് കോഡ് ഇസ് ECT 203. ഓക്കെ, സോ നമ്മൾ മൊഡ്യൂൾ 2 ആണെന്ന് നോക്കുന്നത്. ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2021 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആൻഡ് ദ സ്കീം 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആസ് യു ഓൾ നോ, നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് എക്സാം എന്ന് പറയുന്നത് 3 hours എക്സാം ആണ്. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 100 ആണ്. ആൻഡ് ദ സബ്ജക്ട് കോഡ് ഇസ് ECT 203. സോ നമുക്ക് ഓൾറെഡി മൊഡ്യൂൾ 1 നമ്മൾ പറഞ്ഞതാണ് എൻ സെമിസ്റ്റർ പാറ്റേൺ എങ്ങനെയാണ്, പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ടെന്നുള്ളത്. സോ ഇത് നമുക്ക് ആദ്യം സിലബസ് നോക്കാം. സോ മൊഡ്യൂൾ 2ന്റെ സിലബസ് എന്ന് പറയുന്നതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ബൂളിയൻ പോസ്റ്റുലേറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഗേറ്റ്സ്. ആൻഡ് പിന്നെ ഉള്ളത് വെരിലോഗ് കോഡ്, വെരിലോഗ് മോഡലിങ്ങും നമ്മൾ മൊഡ്യൂൾ 2 നോക്കുന്നുണ്ട്. സോ ബൂളിയൻ പോസ്റ്റുലേറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഗേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് വരുന്ന ബൂളിയൻ ലോസും നമുക്ക് അതിൻ്റെ റിഡക്ഷൻ എങ്ങനെയാണെന്നുള്ളതും, പിന്നെ ഗേറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഡി മോർഗൻസ് തിയറം, പിന്നെ മിനിമൈസേഷൻ ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻസ്, SOP ആൻഡ് POS റെപ്രസെൻറ്റേഷൻസ്, പിന്നെ ഉള്ളത് എന്താ? മോഡലിംഗ് ഇൻ വെരിലോഗ് കോഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അതിൽ നമ്മൾ മൊഡ്യൂൾ 2 കവർ ചെയ്യുന്നത്. സോ മെയിൻലി എത്ര ടൈപ്പ് ഓഫ് വെരിലോഗ് കോഡിംഗ് ഉണ്ട്? 3 മോഡലിംഗ് ഉണ്ട് അല്ലേ? ഗേറ്റ് ലെവൽ ഉണ്ട്, ഡാറ്റ ഫ്ലോ ഉണ്ട്, പിന്നെ ബിഹേവിയറൽ മോഡലിംഗ്, പിന്നെ അതിൻ്റെ ടെസ്റ്റ് ബെഞ്ച് എങ്ങനെയാണ് എഴുതുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂൾ 2 കവർ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ടോപ്പിക്സ് ദാറ്റ് കവേർഡ് ഇൻ മൊഡ്യൂൾ 2. നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ പാർട്ട് എയിലുള്ള ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, പാർട്ട് എ എന്ന് പറയുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ അക്കോർഡിംഗ് ടു ദ മാർക്ക് നമുക്ക് ജസ്റ്റ് ആയിട്ടുള്ള ചെറിയ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഇത് കൊടുത്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ പാർട്ട് എയിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റെഡ്യൂസ് ദ എക്സ്പ്രഷൻ F is equal to AB bar plus A bar plus AB the whole bar using De Morgan's theorem. So De Morgan's theorem അപ്ലൈ ചെയ്ത് ഇത് സിംപ്ലിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എ വെരിലോഗ് കോഡ് ഫോർ ഇംപ്ലിമെന്റിംഗ് NOR ഗേറ്റ്. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദിച്ചിരിക്കുന്നത് NOR ഗേറ്റ്, അതായത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു ഗേറ്റ് ആണ് NOR ഗേറ്റ്. സോ NOR ഗേറ്റിന്റെ വെരിലോഗ് കോഡ് എഴുതുക. സോ ഏത് കോഡ് യൂസ് ചെയ്യണമെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു കോഡ് എഴുതാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് ഫോർ 3 മാർക്സ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദ മാർക്ക് നമ്മൾ അതനുസരിച്ച് എഴുതാൻ ശ്രമിക്കണം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എന്താ ചോദിച്ചത്? നമ്മുടെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അത് ഡി മോർഗൻസ് തിയറം വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ നമുക്ക് ആ എക്സ്പ്രഷൻ ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതാം. F is equal to AB bar plus A bar plus AB the whole bar. Okay, so ഈ ടേം ഒന്ന് ചെക്ക് ചെയ്താൽ എന്താണ്? അപ്ലൈയിങ് ഡി മോർഗൻസ് ലോ, സോറി നോട്ട് ഡി മോർഗൻസ്, ബൂളിയൻ എക്സ്പ്രഷൻ, ബൂളിയൻ ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇറ്റ് ഇസ് A bar പ്ലസ് B. ഓക്കെ, ഇതിൻ്റെ ഓൾറെഡി ഒരു ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ മൊഡ്യൂൾ 1 കണ്ടിട്ടുള്ളതാണ് അല്ലേ? A bar നമുക്ക് അവിടെ ചോദിച്ചിരുന്നത്, ഐ തിങ്ക് ദ ക്വസ്റ്റ്യൻ വാസ് A പ്ലസ് A bar B പ്രൂവ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ പ്രൂഫൊക്കെ നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചതായിരുന്നു. എന്താണ് A പ്ലസ് A bar B എന്ന് പറയുന്നത്? ദാറ്റ് ഇസ് A പ്ലസ് AB. സോ സിമിലർലി നമുക്ക് ഇവിടെ തന്നില്ല, നമ്മുടെ എക്സ്പ്രഷനിൽ ഓൾറെഡി തന്നിരിക്കുന്നത് എന്താണ്? A bar പ്ലസ് AB ആണ്. A bar പ്ലസ് AB. സോ സിമിലർലി നമ്മൾ അന്ന് പ്രൂവ് ചെയ്ത പോലെ സിമിലർലി നമുക്ക് ഇതും പ്രൂവ് ചെയ്യാൻ പറ്റും. എന്ത്? A bar പ്ലസ് AB ഈസ് ഈക്വൽ ടു A bar പ്ലസ് B. ഓക്കെ, സോ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, റീപ്ലേസ് ചെയ്ത് എഴുതാം. അപ്പം അതെങ്ങനെയാണ് വരിക? നമ്മുടെ എക്സ്പ്രഷൻ വിൽ ബിക്കം AB the whole bar plus A bar plus B. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് ഡി മോർഗൻസ് അപ്ലൈ ചെയ്യാം. സോ അതിൽ ഡി മോർഗൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? A bar പ്ലസ് B bar പ്ലസ് A bar പ്ലസ് B the whole bar. ഓക്കെ, സോ ഇനി അത് എങ്ങനെ നോക്കാം? ഈ A bar സെയിം ടേംസ് ആണല്ലേ? സോ നമുക്കതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെ വരും? ആ എക്സ്പ്രഷൻ വരുന്നത് A bar പ്ലസ് ഈ B bar പ്ലസ് B എന്ന് പറഞ്ഞാൽ എന്താ? അക്കോർഡിംഗ് ടു അവർ ലോ, B പ്ലസ് B bar ഇസ് ഈക്വൽ ടു 1. ഓക്കെ, സോ നമുക്ക് അങ്ങനെ എഴുതാം, A bar പ്ലസ് 1 എന്ന് മാറ്റി എഴുതാം ഇത്, ഈ എക്സ്പ്രഷൻ ഹോൾ ബാർ. അതായത് നമുക്ക് A bar 2 ടേംസ് ഉണ്ട്. സോ നമ്മൾ അതിൽ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരൊറ്റ ടേം കൺസിഡർ ചെയ്യുള്ളൂ. ദെൻ B bar പ്ലസ് B എന്ന് പറയുന്നത് എന്ത് വരും? 1 ആയിരിക്കും. സോ
നമുക്ക് ആ എക്സ്പ്രഷൻ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. a bar plus 1 the whole bar. Anything added with 1 in boolean നമ്മൾ എന്താ വരിക? That is equal to 1. So a bar plus 1 നെ നമുക്ക് 1 എന്ന് എഴുതാം and 1 whole bar is equal to 0. So the final answer for this expression നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ തേർഡ് ക്വസ്റ്റ്യൻ, അതായത് മൊഡ്യൂൾ 2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് എ വെരിലോഗ് കോഡ് ഫോർ ഇംപ്ലിമെന്റിംഗ് നോർ ഗേറ്റ്. സോ നോർ ഗേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇതാണ് നമ്മുടെ നോർ ഗേറ്റ് ലോജിക് ഗേറ്റിന്റെ റെപ്രസെന്റേഷൻ ആൻഡ് ദിസ് ഇസ് ദ ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ വരുമ്പോഴത്തേക്ക് 0 0 അത് 1 ആണ്, 0 1 0, 1 0 അത് 0 ആണ്, 0 1 1 അത് 0 ആണ്. ആക്ച്വലി ഇത് ഓർ ഗേറ്റിനെ നോട്ട് ചെയ്ത് കിട്ടുന്നതാണ് നോർ ഗേറ്റ്. സോ ആ എക്സ്പ്രഷൻ ഇപ്പോൾ ഓർ ഗേറ്റ് ആയിരുന്നെങ്കിൽ എന്താണ്? 0 0 0, 0 1 അത് 1 ആയിരിക്കും, 1 0 അത് 1, 1 1 again 1. This is for OR gate. So OR gate നെ നോട്ട് ചെയ്താലല്ലേ NOR gate കിട്ടുന്നത്. സോ NOR ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, 1, ബാക്കിയെല്ലാം 0. സോ ദാറ്റ് ഇസ് ദ ട്രൂത്ത് ടേബിൾ. സോ നമുക്ക് ഏതൊക്കെ മോഡലിംഗ് യൂസ് ചെയ്യാം? 3 മോഡലിംഗ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു മോഡൽ, ഇപ്പം നമ്മളോട് ക്വസ്റ്റ്യനിൽ ഏത് മോഡലിംഗ് എന്നൊന്നും എടുത്ത് ചോദിച്ചിട്ടില്ല. യു ക്യാൻ യൂസ് എനി മോഡലിംഗ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗേറ്റ് ലെവൽ മോഡലിംഗ്, ഇപ്പം ഞാൻ 3 മോഡലിംഗ്സും ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് നമുക്കിപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മോഡലിംഗ് യൂസിങ് ബിഹേവിയറൽ മോഡലിംഗ് അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ യൂസ് ചെയ്ത് ചെയ്യണം എന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ആൻസർ. സോ ജസ്റ്റ് ഫോർ ദാറ്റ് ഞാൻ ജസ്റ്റ് അതിൻ്റെ സിൻടാക്സ് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം. സോ ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ ഗേറ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ല വെരിലോഗിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഫോമാറ്റ് അല്ലെങ്കിൽ സിൻടാക്സ് നോക്കുമ്പോഴത്തേക്കും സോ മൊഡ്യൂൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെരിലോഗ് കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിഗിൻ ചെയ്യുന്നത്. സോ മൊഡ്യൂൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു നെയിമാണത്, നോർ ഗേറ്റിൻ്റെ പേര് കൊടുത്തു. ബ്രാക്കറ്റിൽ നമുക്ക് എന്താ ലിസ്റ്റിൽ നമുക്ക് പോർട്ട് ലിസ്റ്റിൽ എന്തൊക്കെ കൊടുക്കണം? ദിസ് ഇസ് മൈ ഔട്ട്പുട്ട് ആൻഡ് ദീസ് 2 ആർ മൈ ഇൻപുട്ട്. സോ ഔട്ട്പുട്ട് ഇൻപുട്ട് ഏതാണെന്ന് മെൻഷൻ ചെയ്യുക നമ്മുടെ പോർട്ട് ലിസ്റ്റിൽ. ദെൻ എഗെയിൻ അത് ഏതാണെന്ന് എടുത്തെഴുതുക. സോ ഔട്ട്പുട്ട് ഇസ് y ആണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് എയും ബിയും ആണ്. ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണ്. വെരിലോഗിൽ നോർ ഗേറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി അതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നോർ എന്ന് പറയുന്നത് ഡയറക്റ്റ് കോൾ ചെയ്താൽ ആ ഫംഗ്ഷൻ നോർ ഗേറ്റിന്റെ ഫംഗ്ഷൻ ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. സോ നോർ അഗെയിൻ യു ക്യാൻ റൈറ്റ് ഔട്ട്പുട്ട് ഇൻപുട്ട്, ബാക്കി രണ്ടുള്ളത് എയും ബി എന്ന് പറയുന്ന ഇൻപുട്ട്. സോ എൻഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കോഡ് റൺ ചെയ്യാനുള്ള കംപ്ലീറ്റ് സിൻടാക്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ എൻ മൊഡ്യൂൾ മിസ് ആയി കഴിഞ്ഞാൽ ആ സിൻടാക്സ് എറർ കാണിക്കും, നമ്മുടെ കോഡ് റൺ ചെയ്യില്ല. ഓക്കെ, സോ ഡോണ്ട് ഫോർഗെറ്റ് ടു റൈറ്റ് ദിസ് എൻ മൊഡ്യൂൾ. അതേപോലെ ഈ സെമി കോളൻസ് കൊടുക്കുക. സെമി കോളൻസും കറക്റ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കോഡിൽ എറർ കാണിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ഗേറ്റ് ലെവൽ മോഡലിംഗ് ഫോർ നോർ ഗേറ്റ്. ഓക്കെ, സോ ഞാനത് ഡാറ്റ ഫ്ലോ മോഡലിംഗ് കൂടി എൻ്റെ റെപ്രസെൻറ്റേഷൻ കാണിക്കാം. സോ ഡാറ്റ ഫ്ലോ മോഡലിംഗ് ആണെങ്കിൽ എന്താ ഒരു വ്യത്യാസം വരിക? ഇതൊക്കെ സെയിം ആണ്, എൻ മൊഡ്യൂളും അതൊക്കെ കറക്റ്റ് സെയിം തന്നെയാണ്. ആകെ വ്യത്യാസം വരുന്നത് ഇവിടെയാണ്. നമ്മുടെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഗേറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഗേറ്റ് കോൾ ചെയ്താൽ മതി. ഇൻബിൽഡ് ആയിട്ട് ആ ഫംഗ്ഷൻ അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് നോർ എന്ന് കോൾ ചെയ്താൽ ആ നോർ ഗേറ്റിന്റെ ഫംഗ്ഷൻ ആയിരിക്കും അവിടെ പെർഫോം ചെയ്യുന്നത്. whereas in case of data flow modeling നമ്മുടെ എക്സ്പ്രഷൻ എന്താണ്? നോർ ഗേറ്റിന്റെ എക്സ്പ്രഷൻ ഇറ്റ് ഇസ് എ ഓർ ബി ഹോൾ ബാർ ആണ്. സോ ഓർ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ. സോ എ ഓർ ബി ബാർ നമ്മൾ നൊട്ടേഷൻ കൊടുക്കും, അതായത് നോട്ടഡ് സിമ്പിൾ ആയത് എ ഓർ ബി എന്നുള്ള ഈ നോട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ നെഗോസിയേഷൻ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നോട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ സോ ദ സിൻടാക്സ് എന്ന് പറയുന്നത്, അതായത് കീവേഡ് യൂസ് ചെയ്യേണ്ടത് അസൈൻ എന്ന് പറയുന്ന കീവേഡ് ആയിരിക്കണം. ആൻഡ് അസൈൻ y is equal to not of a or b ആണ് നമ്മുടെ എക്സ്പ്രഷൻ ഫോർ വെരിലോഗ് കോഡ് ഫോർ this NOR gate using data flow modeling. So data flow modeling no gate level modeling no എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കണം നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് മോഡലിംഗ് എന്താണ്? ബിഹേവിയറൽ മോഡലിംഗ്. സോ ബിഹേവിയറൽ മോഡലിംഗ് യൂഷ്വലി ചിലപ്പോൾ 5 മാർക്സിനൊക്കെ ആണെങ്കിൽ ബിഹേവിയറൽ മോഡലിംഗിന്റെ ആവശ്യമുണ്ട്. അനുസരിച്ച് എഴുതുന്ന സ്റ്റെപ്സ് കുറച്ച് ലെങ്തി സ്റ്റെപ്സ് ആണ്. ആക്ച്വലി ഇതെന്ന് പറയുന്നത് നമ്മുടെ ട്രൂത്ത് ടേബിളിന്റെ ഡയറക്റ്റ് ഇംപ്ലിമെന്റേഷൻ തന്നെയാണ്. സോ ബിഗിനിങ് പാർട്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടിങ് എങ്ങനെയാണെങ്കിലും നമ്മുടെ മൊഡ്യൂൾ വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മൊഡ്യൂൾ കൊടുക്കുക, പേര് കൊടുക്കുക, പോർട്ട് ലിസ്റ്റ് മെൻഷൻ ചെയ്യുക, ഔട്ട്പുട്ട് ഏതാണ് ഇൻപുട്ട് ഏതാണെന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ നമ്മുടെ കോഡ് ശരിക്കും ഈ ബിഹേവിയർ ലെവൽ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ തൊട്ടായിരിക്കും. അപ്പോൾ എവിടെയാണുള്ള കീവേഡ്സ് എന്ന് പറയുന്നത്
ഓൾവേസ് അറ്റ് എ ഓർ ബി. ഓക്കെ, എൻ്റെയും ബിൻ്റെയും ഇൻപുട്ട് കൺസിഡർ ചെയ്യുന്ന കേസിലും ഉണ്ടായതുകൊണ്ടാണ് എ ഓർ ബി കൊടുത്തത്. ദെൻ ഓൾവേസ് എന്നുള്ള ആ കേസ് നമ്മൾ ബിഗിൻ ചെയ്യുകയാണ്. അവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇഫ് എ ഈക്വൽ ടു എ 1 ബിറ്റ് ബി 0, അതായത് നമ്മുടെ ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരുന്നു, എയും ബിയും ഉണ്ടെങ്കിൽ 0 0 0 1 1 0 1 1. നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയാ, ഈ കേസിൽ മാത്രമാണ് ഹൈ, ബാക്കിയെല്ലാം ലോ ആണ്. ഓക്കെ, സോ ഈ വെരിലോ കോഡ് എഴുതുമ്പോഴത്തേക്കും നമ്മൾ ഈക്വൽ ടു എന്ന് പറയുന്ന കമ്പാരിസന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈക്വൽ ടു എന്ന് പറയുന്നതിൽ ഡബിൾ ഈക്വൽസ് ഉണ്ടാവും. സോ ഇഫ് എ ഈക്വൽ ടു 1 ബിറ്റ്, ഓക്കെ, ഈ 0 എന്ന് പറയുന്നത് 1 ബിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ 1-b എന്ന് എഴുതുന്നത്. ഓക്കെ, സോ 1-b എന്ന് പറയുന്നത് 1 ബിറ്റ് 0 ആൻഡ് b ഈസ് 1 ബിറ്റ് 0. അപ്പോൾ എയും ബിയും 0 0 എന്നുള്ള കേസിൽ മാത്രം എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ബിറ്റ് ബി 1 ബിറ്റ് 1 ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ ആണ്. സോ അതാണ് കാണിച്ചിരിക്കുന്ന ഇതെന്ന് പറയുന്ന 1. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ട് ചെയ്ത ഇഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എൻഡ് ചെയ്തു. അതേപോലെ എൽസ് കേസ് കൺസിഡർ ചെയ്യണം. എൽസ് കേസ് എന്താണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, ഈ കേസിൽ മാത്രം നമുക്ക് ഔട്ട്പുട്ട് ഉള്ളൂ. അപ്പൊ ആ ഒരു കേസ് മാത്രം നമ്മളിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തോളൂ. എന്താണെന്ന് വെച്ചാൽ എന്താ വന്നത്, എ ഈക്വൽ ടു 0യും ബി ഈക്വൽ ടു 0 എന്നുള്ള കേസ് കൺസിഡർ ചെയ്തു. അപ്പൊ അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 കിട്ടാനുള്ള ഇത് ചെക്കിങ്ങിനുള്ളത് എഴുതി. അതേപോലെ എൽസ് കേസിൽ എന്ത് വരണം, whenever എയും ബിയും അതർ ദാൻ 0 or 1, എയും ബിയും അതർ ദാൻ 0 or 1 എന്ന് പറയുന്ന കേസിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അതാണ് എൽസ് കേസിൽ. ജസ്റ്റ് എൽസ് ഇപ്പം മെയിൻ ആയിട്ട് നമ്മൾ 1ഉം 0 0 എന്നുള്ള കേസ് എഴുതി കഴിഞ്ഞാൽ പിന്നെ എൽസ് കേസിൽ ബാക്കി എല്ലാ കേസും ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. സോ അവിടെ എന്ത് വന്നാലും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് 1 ബിറ്റ് 0 എന്ന് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ 1-b എന്ന് പറയുന്നത് ആക്ച്വലി ആ ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്ത ബിഗിൻ, അതായത് ഈ ഓൾവേസ് സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിവിടെ എൻഡ് ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു റൈറ്റ് അഗെയിൻ എൻഡ് മൊഡ്യൂൾ. അങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് കോഡ് ഇതാവുള്ളൂ ബിഹേവിയർ ലെവൽ മോഡലിംഗ്. ഇപ്പോൾ 5 മാർക്സിനാണ് ചോദിക്കും, മിക്കവാറും 5 മാർക്സിനൊക്കെ ആണെങ്കിൽ മാത്രമേ ബിഹേവിയർ ലെവൽ മോഡലിംഗിലേക്ക് പോകേണ്ടി വരുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ ഏതാ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, ഒബ്റ്റെയിൻ, അതായത് 13th ക്വസ്റ്റ്യൻ ചോദിച്ചത് സബ്ഡിവിഷൻസ് ഉണ്ട്. എയും ബിയും സബ്ഡിവിഷനിൽ 5 മാർക്സ് 9 മാർക്സിനായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി പാർട്ട് ബി എന്ന് പറയുന്നത് 14 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാർട്ട് ബിയിൽ 2 സെറ്റ് ഉണ്ടാവും, ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്നത് ചൂസ് ചെയ്ത് എഴുതാം. സ്പ്ലിറ്റ് അപ്പ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് എഴുതാം. സോ ഇപ്പോൾ 13th ക്വസ്റ്റ്യനിൽ ചോദിച്ചതിൽ 5 മാർക്സ് 9 മാർക്സ് എന്നുള്ള സ്പ്ലിറ്റ് അപ്പ് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ കാനോണിക്കൽ പ്രോഡക്റ്റ് ഓഫ് സം എക്സ്പ്രഷൻ ഓഫ് എഫ് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ കാനോണിക്കൽ POSലേക്ക് മാറ്റി എഴുതുക. സോ കാനോണിക്കൽ POSലേക്ക് മാറ്റുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് മിസ്സിംഗ് ടേംസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് വേണം സിംപ്ലിഫൈ ചെയ്യാൻ, അതായത് സ്റ്റാൻഡേർഡ് POSലേക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബി പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്, സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ y is equal to pi m0, അതായത് നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ കെ മാപ്പിലുള്ള ഏതൊക്കെ വാല്യൂസിലാണ് അത് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് തന്നിട്ടുണ്ട്. സോ യൂസിങ് കെ മാപ്പ് അത് സിംപ്ലിഫൈ ചെയ്യാനാണ് പാർട്ട് ബിയിൽ ചോദിച്ചിരിക്കുന്നത്. 13th വണ്ണിന്റെ ബി പാർട്ട് എന്ന് പറയുന്നത്. ദെൻ 14th ക്വസ്റ്റ്യൻ എന്താണ്, ഫോർ ദ ലോജിക്കൽ എക്സ്പ്രഷൻ, നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അതിന്റെ സ്റ്റാൻഡേർഡ് SOP റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക. അതേപോലെ അത് കിട്ടിയതിന് ശേഷം അതിനെ അഗെയിൻ സിംപ്ലിഫൈ യൂസിങ് കെ മാപ്പ് വെച്ചിട്ട് അത് സിംപ്ലിഫൈ ചെയ്യുക. ദെൻ ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ദ വെരിലോഗ് കോഡ് ഫോർ ദ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ. സോ ഈ ടോട്ടൽ 3 ക്വസ്റ്റ്യൻസിനും കൂടി കൂട്ടിയിട്ടാണ് 14 മാർക്സിന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സോ പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, POS എഴുതാൻ വേണ്ടിയിട്ടാണ്. സോ POS എങ്ങനെയാ വരിക, സോ ഒബ്റ്റെയിൻ ദ POS. അപ്പം തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് a+b ബാർ ഇൻറ്റു b + c ഇൻറ്റു a + c ബാർ. സോ ഇതിനെ സ്റ്റാൻഡേർഡ് POSലേക്ക് മാറ്റാനാണ് വേണ്ടത്. സോ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൽ എത്ര ടേംസ് ഉണ്ട്, എത്ര വേരിയബിൾസ് ഉണ്ടെന്നാണ്. സോ ഫസ്റ്റ് വേരിയബിൾ എന്ന് പറയുന്നത് A, B, C, 3 വേരിയബിൾസ് ഉണ്ട്. സോ 3 വേരിയബിൾസ് ഉണ്ട്, പക്ഷേ ഇതിലെല്ലാത്തിലും എല്ലാ ടേംസും ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. സോ ഫസ്റ്റ് വണ്ണിൽ എന്താ, C മിസ്സിംഗ് ആണ്. സെക്കൻഡ് വണ്ണിൽ A മിസ്സിംഗ് ആണ്. തേർഡ് വണ്ണിൽ എന്ന് പറയുമ്പോഴത്തേക്കും B മിസ്സിംഗ് ആണ്. സോ അത് ആദ്യം കറക്റ്റ് ചെയ്ത് എഴുതുക. സോ ഫസ്റ്റ് നമ്മളുടെ എന്താ മിസ്സിംഗ് ആയത് C ആണ്. സോ ഇത് POS ഫോമിൽ ആയതുകൊണ്ട് നമുക്ക് എന്താ എഴുതാം, C × C ബാർ എന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ ആഡ് ചെയ്ത് എഴുതേണ്ടത്. സോ C × C ബാർ ഇസ് ആക്ച്വലി 0. സോ അതിവിടെ ഉള്ളതും ഇല്ലാത്തതും ഇസ് ഇക്വലന്റ്.
സോ നമുക്ക് അങ്ങനെ എഴുതാം എ പ്ലസ് ബി ബാർ പ്ലസ് സി ഇൻറ്റു സി ബാർ ഇൻറ്റു അടുത്ത ടേം എന്ന് പറയുന്നത് എന്താണ്, എ ആണ് മിസ്സിങ്. സോ എ ഇൻറ്റു എ ബാർ പ്ലസ് ബി സി. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നതിൽ ബി മിസ്സിങ് ആണ്. സോ എ പ്ലസ് ബി ഇൻറ്റു ബി ബാർ പ്ലസ് സി ബാർ. ഓക്കെ, സോ എയും സി ബാറും അതിലുണ്ടായിരുന്നു, ബി ഇൻറ്റു ബി ബാർ നമ്മൾ ആഡ് ചെയ്ത് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്, ഇത് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എന്താ, എ പ്ലസ് ബി ബാർ സി ഇൻറ്റു എ പ്ലസ് ബി ബാർ പ്ലസ് സി ബാർ, ദെൻ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ ബാർ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി ബാർ ഇൻറ്റു എ പ്ലസ് ബി ബാർ പ്ലസ് സി ബാർ. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ടേമും റിപ്പീറ്റിംഗ് ആണ് അല്ലേ. സോ ഫൈനലി നമ്മുടെ സ്റ്റാൻഡേർഡ് POS റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഉണ്ടാവും, എ പ്ലസ് ബി ബാർ പ്ലസ് സി ഇൻറ്റു എ പ്ലസ് ബി ബാർ പ്ലസ് സി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ ബാർ പ്ലസ് ബി plus C into AB plus B plus C bar. Okay, so this is the final expression for standard. അതായത് canonical POS form നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എത്തിയിട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ടേംസ് ഫൈനലി വരും, 1 2 3 4 5 ടേംസ് നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് അതായത് കനോണിക്കൽ POS ഫോമിലേക്ക് മാറ്റി എഴുതി. ഓക്കെ, സോ ഇതായിരുന്നു 13th ക്വസ്റ്റ്യൻ്റെ എ പാർട്ട്. അതിൻ്റെ ബി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ പൈ എം 0 1 4 5 6 8 9 12 13 14 using K-map and implement the simplified expression using NOR ഗേറ്റ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പോൾ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും K-മാപ്പിന് 2 മാർക്സും എക്സ്പ്രഷൻ കിട്ടുന്നതിന് 4 മാർക്സ് ആൻഡ് റിയലൈസേഷൻ കിട്ടുന്നത് 3 മാർക്സിനായിരിക്കും. സോ അത് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ പോയിന്റ്സ് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ വരിക, 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 ആൻഡ് 15. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്, 0യിൽ മാർക്ക് ചെയ്യണം. സോ 0യിൽ ഇത് പൈ എം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് POS റെപ്രസെൻറ്റേഷൻ ആണ്. സോ POS ആയതുകൊണ്ട് തന്നെ നമ്മൾ 0 വെച്ചിട്ടാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ 0th പൊസിഷനിൽ മാർക്ക് ചെയ്യണം, 1 എന്ന് പറയുന്ന പൊസിഷനിൽ മാർക്ക് ചെയ്യണം, ദെൻ 4 5 4ഉം 5ലും മാർക്ക് ചെയ്തിട്ടുണ്ട്, ദെൻ 6 8 6 and 8, then 12 9 12 9 12 13 14 13 and 14. So ഇത് നമുക്ക് K-മാപ്പിന്റെ റിഡക്ഷൻ. സോ ദിസ് ഇസ് ദ K-മാപ്പ് ഓഫ് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷന്റെ K-മാപ്പ് ആണ് വരച്ചിരിക്കുന്നത്. ദെൻ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിത് ഗ്രൂപ്പ് ചെയ്തിട്ടായിരിക്കുമല്ലോ സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്താ വരിക, ഇതെന്ന് പറയുന്നത് ഒരു ഒക്ടറ്റ് ഫോം ചെയ്തിട്ടുണ്ട്, അതേപോലെ ഇതും ഒരു ഒക്ടറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ഒക്ടറ്റ് ഫോം ചെയ്യും, ഇതെന്ന് പറയുന്നത് അടുത്ത ഒക്ടറ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ക്വാഡ് ആയിരിക്കും ഫോം ചെയ്യുന്നത്, ഒക്ടറ്റ് അല്ല, അത് ക്വാഡ് ആണ്. സോ അപ്പോൾ ഇതിന്റെ റെപ്രസെൻറ്റേഷൻ, ഇതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും, ഈ ഒക്ടറ്റിന്റെ റെപ്രസെൻറ്റേഷൻ വിൽ ബി സി. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് ക്വാഡ്, ഈ ക്വാഡിൽ വരുന്നത് എന്തായിരിക്കും, ദാറ്റ് ഇസ് ബി ബാർ ആൻഡ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്ലസ് D. So the final will be, the final expression എന്ന് പറയുന്നത് എന്ത് വരും, C into B bar plus D. Okay, സോ ഇനി അതെന്താ ചെയ്യേണ്ടത്, നമ്മളോട് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആണോ, അല്ല, നമ്മളോട് ചോദിച്ചിരുന്നത് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഇംപ്ലിമെന്റ് ദ സെയിം യൂസിങ് NOR ഗേറ്റ് വെച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, സോ NOR ഗേറ്റ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ഡബിൾ ബാർ കൊടുക്കും. സോ സെയിം എക്സ്പ്രഷനിൽ 2 ഡബിൾ ബാർ കൊടുത്താൽ ദാറ്റ് മീൻസ് വലിയ വ്യത്യാസമൊന്നും വരില്ല. ഡബിൾ ബാർ എന്ന് വെച്ചുമ്പോഴത്തേക്ക് അത് ക്യാൻസൽ ആയി പോകും. സോ എഫ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. സോ അതിൽ നമ്മൾ അതെന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഇത്രയും പോർഷനിൽ നമ്മൾ ഡിമോർഗൻസ് കൊടുക്കുക. ഈ ഫസ്റ്റ് ബാറിനുള്ള ഡിമോർഗൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്താ കിട്ടുക, യു വിൽ ഗെറ്റ് സി ബാർ
പ്ലസ് ബി പ്ലസ് ഡി ദ ഹോൾ ബാർ അല്ലേ, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സോ അത് അഗെയിൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് സി ബാർ. ഇവിടെ ഡി മോർഗൻസ് കൊടുത്താൽ ഇറ്റ് വിൽ ബി ബി പ്ലസ് ഡി ബാർ. സോറി, ഇത് നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് നോർ ഗേറ്റ് റിപ്രസെൻറ്റേഷനിൽ ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സോ സി ബാർ അതായത് ഓർ ടേംസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ഓർ ടേംസിനെ ഇൻവേർട്ട് ചെയ്യാനുള്ള രീതിയിലാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക്. സോ നമുക്ക് അത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. സോ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് സി ബാറും ഒന്ന് ബി ബാറിന്റെ ആവശ്യമുണ്ട്. സോ ബി ബാർ പ്ലസ് ഡി ദ ഹോൾ ബാർ. സോ ഇത് നമുക്കൊരു നോർ ഗേറ്റ് മതി. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു നോർ ഗേറ്റ്. ഈ ബി ബാറും സി ബാറും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് 2 നോർ ഗേറ്റ്സിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, സോ ആദ്യം സി ബാറിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? ഒരു നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഒരു സി ബാർ ഇംപ്ലിമെന്റ് ചെയ്തു. അതേപോലെ ബിക്ക് വേണ്ടിയിട്ട് ഒരു നോർ ഗേറ്റ് യൂസ് ചെയ്തു. ദെൻ ബി ബാർ പ്ലസ് ഡിക്ക് ഒരൊറ്റ നോർ ഗേറ്റ് മതി. സോ ബി ബാർ പ്ലസ് ഡിക്കുള്ള നോർ ഗേറ്റ് ആണിത്. ദെൻ ഫൈനലി നമുക്ക് എന്താ വേണ്ടേ? ഈ സി ബാർ പ്ലസ് ബി പ്ലസ് ഡി ബാർ ദ ഹോൾ ബാർ, അത് വീണ്ടും ബാർ ചെയ്യാനായിട്ട് നമുക്കൊരു നോർ ഗേറ്റ് യൂസ് ചെയ്യാം. സോ ദിസ് ഇസ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദിസ് ഫംഗ്ഷൻ. ഏതാ നമ്മുടെ ഫംഗ്ഷൻ ഫൈനലി കിട്ടിയത്? സി ഇൻറ്റു ബി ബാർ പ്ലസ് ഡിയുടെ ഇംപ്ലിമെന്റേഷൻ ആണ് യൂസിങ് നോർ ഗേറ്റിന്റെ ആണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ 13th വണ്ണിൽ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ വാട്ട് വാസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ ദ ഒരു ഒറ്റ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിൽ എന്തൊക്കെ ചെയ്യണം? അതിന്റെ SOP സ്റ്റാൻഡേർഡ് SOPയിലേക്ക് അത് മാറ്റണം. പിന്നെ അതിനെ K-മാപ്പ് യൂസ് ചെയ്ത് അത് റെഡ്യൂസ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് വെരിലോഗ് കോഡും കൂടി നമുക്ക് അതിന്റെ എഴുതേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സോ കനോണിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞു മിസ്സിംഗ് ടേംസ് ഉണ്ടോ എന്ന് നോക്കുക. ആദ്യം നമുക്ക് എത്ര വേരിയബിൾസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇതിൽ എത്ര വേരിയബിൾസ് ഉണ്ട്? എ, ബി, സി ആൻഡ് ഡി. 4 വേരിയബിൾസ് ഉണ്ട്. എല്ലാത്തിലും 4 വേരിയബിൾസിന്റെ ഉണ്ടോ? ഇല്ല, മിസ്സിംഗ് ഉണ്ട്. ഇവിടെ ഏതൊക്കെയാ മിസ്സിംഗ് എന്ന് പറയുന്നത്? അവിടെ ബി, സി, ഡി മിസ്സിംഗ് ആണ്. ഇവിടെ സി, ഡി, ഇവിടെ അഗെയിൻ സി, ഇവിടെയും സി, ദെൻ ഇവിടെ എ, ബി, ഡി. ഈ 3 ടേംസ് മിസ്സിംഗ് ആണ്. സോ അത് മാറ്റാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ആ മിസ്സിംഗ് ടേംസിനെയും കൂടി ഇത് ശ്രദ്ധിക്കണം. ഇത് SOP ആണ്. അപ്പൊ അതെന്താ ചെയ്യേണ്ടേ? ഇവിടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ബി പ്ലസ് ബി ബാർ എന്നാണ് കൊടുക്കുന്നത്. സോ ബി പ്ലസ് ബി ബാർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ അതനുസരിച്ച് വേണം നമ്മൾ ഇവിടെ എഴുതാൻ. അപ്പോൾ എ ഇൻറ്റു ബി പ്ലസ് ബി ബാർ, സി മിസ്സിംഗ് ആണ്. സോ സി പ്ലസ് സി ബാർ, ഡി മിസ്സിംഗ് ആയിരുന്നു, ഡി പ്ലസ് ഡി ബാർ. അങ്ങനെ ഓരോ ടേംസും നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. അത് ഫൈനലി അതിൽ നിന്ന് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് വൺ ഫൈനൽ എക്സ്പ്രഷൻ. അത് നമ്മുടെ സ്റ്റാൻഡേർഡ് SOP, അതായത് എല്ലാ ടേംസിലും എല്ലാ വേരിയബിൾസും ഉള്ള സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമുക്ക് അതിനെ മാറ്റി എഴുതാം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? K-മാപ്പ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം അല്ലെ. K-മാപ്പിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന K-മാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ദറ്റ് ഇസ് എല്ലാ ടേംസും, അതായത് ഫസ്റ്റ് ഇവിടെ ഒരു ഒക്ടക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ഒക്ടക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്, ആൻഡ് അഗെയിൻ ഇവിടെ ഒരു ഒക്ടക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് 3 ഒക്ടക്ട്സ് ഫോം ചെയ്യുന്ന ഒരു K-മാപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അത് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ വരാം? സോ ഫസ്റ്റ് ഒക്ടക്റ്റ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒക്ടക്റ്റ് എന്ന് പറയുന്നത് എത്ര വരിക? സപ്പോസ് ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഒക്ടക്റ്റ് എങ്കിൽ, ഇതായത് ഈ മാർക്ക് ചെയ്തതാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ആൻഡ് ദാറ്റ് വിൽ ബി എ ബാർ. ആൻഡ് സെക്കൻഡ് വൺ, ഇനി ഇതാണെങ്കിൽ ഈ ഒക്ടക്റ്റ് ആണെങ്കിലോ ദിസ് വൺ, ഈ ഒക്ടക്റ്റ് ആണെങ്കിൽ എന്താ വരിക? അവിടെ നമുക്ക് കിട്ടുന്നത് ബി ആയിരിക്കും. ദെൻ ദ ഫൈനൽ വൺ, ദിസ് വൺ, ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ദാറ്റ് വിൽ ബി ഡി ബാർ. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഏതാണ്? എ ബാർ പ്ലസ് ബി പ്ലസ് ഡി ബാർ. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ ബാർ പ്ലസ് ബി പ്ലസ് ഡി ബാർ ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെരിലോഗ് കോഡ് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ എക്സ്പ്രഷൻ. സോ അതിന് വെരിലോഗ് കോഡ്, ഏതെങ്കിലും വെരിലോഗ് കോഡ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഞാനിപ്പോൾ ഇവിടെ
ഡാറ്റ ഫ്ലോ മോഡലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എഴുതാം മൊഡ്യൂളോ നമ്മുടെ ഫംഗ്ഷൻ ആണ്. ഞാൻ ജസ്റ്റ് നെയിമിംഗ് ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ. മൊഡ്യൂൾ എഫ് എ ബി സി ഡി, ദെൻ വൈ എ ബി സി ഡി. സോ എ ബി ഡി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻപുട്സ് എന്ന്, ആൻഡ് വൈ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് ആയിരിക്കും. സോ ഔട്ട്പുട്ട് ഏതാണെന്ന് മാർക്ക് ചെയ്തു, ഇൻപുട്ട് ഏതാണെന്ന് മാർക്ക് ചെയ്തു. നമുക്ക് വേണ്ട കീവേഡ് ഡാറ്റ ഫ്ലോ മോഡലിൽ നമുക്ക് വേണ്ട കീവേഡ് എന്ന് പറയുന്നത് അസൈൻ ആണ്. സോ അസൈൻ വൈ ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ബാർ ആണ്, നോട്ടഡ് എ അല്ലേ. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന നെഗേഷൻ സിമ്പിൾ എ ഓർ ബി. ഡിക്കും ഒരു നെഗേഷൻ സിമ്പിളിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ ഫൈനലി എൻഡ് മൊഡ്യൂൾ. സോ വിത്ത് ദിസ് വി ആർ കംപ്ലീറ്റിംഗ് അവർ സെക്കൻഡ് മൊഡ്യൂൾ. ഓക്കെ, നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന സെക്കൻഡ് മൊഡ്യൂൾ ആണ്. സെക്കൻഡ് മൊഡ്യൂൾ ഇതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻസ് ഓഫ് ദിസ് LCD അടുത്ത മൊഡ്യൂൾസ് കണ്ട് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.